അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹാബിൽ ഫായിസീൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശഹ്റു റമളാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഇലാ ആഖിരിൽ ആയ. സദഖല്ലാഹു മൗലാനൽ കരീം. പ്രിയ അൽബിർ സഹകാരികളെ, അൽബിറിൻ്റെ അംഗങ്ങളെ, എല്ലാ വർഷവും അൽബിർ ഇസ്തിഖാമ എന്ന പരിപാടി റമദാനിൽ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉള്ള പരിപാടിയിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. പരിശുദ്ധ റമദാനിൽ വ്രതമനുഷ്ഠിക്കുക എന്നുള്ളത് നിർബന്ധമായ കർമ്മമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ ഇംസാക്ക് എന്നാണ്. ഇംസാക്ക് എന്ന് പറയുമ്പോൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, അനാവശ്യ സംസാരങ്ങളും വാക്കുകളും പ്രവൃത്തികളൊക്കെ പിന്മാറിക്കൊണ്ട് ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ളൊരു തുടക്കം എന്നാണ് പറയാൻ പറ്റുള്ളൂ. കാരണം റമദാൻ ഇതര മാസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാത്തിലും മാറി റമദാൻ പ്രവേശിക്കലോടുകൂടി ഒരു പ്രത്യേകമായി കഴിഞ്ഞ കാല പാപങ്ങളിൽ നിന്നൊക്കെ മോചനം തേടാനും അള്ളാഹുവിനോട് റഹ്മത്ത് തേടാനും മഗ്ഫിറത്ത് തേടാനുമുള്ള ഈ ഒരു സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റമദാനിനെ 3 ഘട്ടമായി തിരിച്ചിട്ടുള്ളത്. ഒന്ന് ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10, ഇങ്ങനെ 3 10കളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഹബീബായ ഷഫീന റസൂലുള്ളാഹി തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, അവ്വലുഹു റഹ്മത്തുൻ വ ഔസത്തുഹു മഗ്ഫിറത്തുൻ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. ആദ്യത്തെ 10 കാരുണ്യത്തിന് 10ആണ്, കാരുണ്യം തേടാൻ. അതുകൊണ്ടാണ് നമ്മളൊക്കെ തന്നെ നിസ്കാരത്തിന് പുറകെയും അല്ലാതെയും അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് ആദ്യത്തെ 10ൽ ധാരാളം ആവർത്തിക്കാറുണ്ട്. അള്ളാഹുവിനോട് കാരുണ്യത്തെ തേടുകയാണ്. റബ്ബിൻ്റെ കാരുണ്യമാണ് നമുക്ക് അനിവാര്യമെന്നുള്ളത്. അള്ളാഹിൻ്റെ റഹ്മത്തില്ലാതെ ഒരാൾക്ക് രക്ഷയില്ല എന്നാണ് ഹബീബായ ഷഫീന റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ലാ യൻജു അഹദും മിൻകും ബി അമലിഹി. ഒരാളും അവൻ്റെ അമൽ ചെയ്തതുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല എന്ന്. സഹാബത്ത് ചോദിച്ചു, വല അന്ത യാ റസൂലല്ലാ, നബിതങ്ങൾ അങ്ങ് രക്ഷപ്പെടുകയില്ലേ? മുത്തുനബിതങ്ങൾ പറയും, വല അന, ഞാനും രക്ഷപ്പെടുകയില്ല. ഇല്ല യതഅമ്മദനി അല്ലാഹു ബിർ റഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ പൊതിഞ്ഞാലല്ലാതെ ഞാനും രക്ഷപ്പെടുകയില്ല. അള്ളാഹിൻ്റെ കാരുണ്യം എന്നുള്ളത് ഏറ്റവും വലുതാണ്, ഏറ്റവും ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഓരോ മുഅ്മിനും ഓരോ വിശ്വാസിയും നിരന്തരമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ആവശ്യപ്പെടുന്നത്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. അതുതന്നെയാണ് ആദ്യത്തെ 10ലും നാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കേണ്ടത്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. വ ഔസത്തുഹു മഗ്ഫിറത്തുൻ, അതിൻ്റെ മധ്യ 10 എന്നുള്ളത്, അപ്പം 10 മധ്യ 10 എന്നുള്ളത് മഗ്ഫിറത്തിൻ്റെ 10ആണ്. അള്ളാഹിനോട് പാപത്തിന് മോചനം തേടുന്ന 10ആണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ ഉണ്ടാകും. അള്ളാഹു പുറത്തു തരാൻ കൈനീട്ടിക്കൊണ്ട് അള്ളാഹു ഒരു അടിമയുടെ പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിമയിൽ നിന്ന് ഇസ്തിഗ്ഫാർ തേടുന്ന അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമാണ്. മൻ ലാസമൽ ഇസ്തിഗ്ഫാറ, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരാൾ ഇസ്തിഗ്ഫാറിനെ ലാസിമായി കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമായി എന്നുള്ളത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് റമദാനിലെ നടുവിലെ 10 ഇസ്തിഗ്ഫാറിൻ്റെ 10 ആയതുകൊണ്ട് പൊറുക്കലിനെ തേടേണ്ട ഒരു 10 കൂടിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു മുഫല്ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, ആ നടുവിലെ 10ൽ നാം ധാരാളം വർദ്ധിപ്പിക്കാറുണ്ട്, അല്ലാഹു മുഫല്ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നുള്ളത്. അങ്ങനെ അവസാനത്തെ 10 എന്നുള്ളത് നരകത്തിൽ നിന്ന് മോചനം നൽകുന്നൊരു 10 കൂടിയാണ്. നമുക്കറിയാം, ഈ പരിശുദ്ധ റമദാനിൽ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു പാപത്തിൽ നിന്ന് മോചനം നൽകും. ഹബീബായ ഷഫീന റസൂലുള്ളാഹി തങ്ങൾ മിംബറയിൽ കയറിക്കൊണ്ട് 3 ആമീൻ പറഞ്ഞു. ആ 3 ആമീൻ പറഞ്ഞിൽ സഹാബത്ത് ചോദിച്ചു, അത്ഭുതം എന്നോണം, എന്താണ് തങ്ങളെ മിംബറയിൽ കയറി 3 ആമീൻ പറഞ്ഞത്? ഹബീബായ തങ്ങൾ പറഞ്ഞു, ആദ്യത്തെ ആമീനെ സംബന്ധിച്ച് പറഞ്ഞത്, പരിശുദ്ധ റമദാൻ ആഗതമാകുകയും ആ റമദാനിൽ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാതെ, നരകമോചനം ലഭിക്കാതെ ആരെങ്കിലും ഈ റമദാനോട് വിട പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അവരിലേക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ദുആ ചെയ്തപ്പോൾ ഞാൻ അതിന് ആമീൻ പറഞ്ഞു എന്നാണ്. അത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഹബീബായ ഷഫീന റസൂലുള്ളാഹി തങ്ങൾ ആമീൻ പറയുകയും ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഗൗരവം വലുതാണ്. അത് ഈ മാസം വിടപറയലോടുകൂടി പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാതെ, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാതെ ഈ മാസത്തെ ആരോടെങ്കിലും വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അവരിലേക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാൻ എന്നുള്ളത് നമുക്ക് പാപമോചനത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ 10 ആയതുകൊണ്ട്
വിലപ്പെട്ട നല്ല സമയങ്ങളെ പ്രത്യേകം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമയങ്ങളും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും അതൊക്കെ തന്നെ അതൃപ്തിയുള്ള, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകളാകാതിരിക്കാനും ജീവിതത്തിലെ പുണ്യങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കാനും നാം ശ്രമിക്കുക. ധാരാളം പുണ്യങ്ങളെ കൊണ്ട് ഒരു ഫർള് നിർവഹിക്കുന്നതിന് പ്രതിഫലം ലഭിക്കുന്ന മാസമായതുകൊണ്ട് ധാരാളം പുണ്യങ്ങളെ വർദ്ധിപ്പിക്കാൻ നാം ഈ സമയത്ത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് അനാവശ്യ സംസാരങ്ങൾ, നമ്മുടെ കയ്യിലിരിക്കുന്ന ടെക്നോളജിയൊക്കെ ഉപയോഗപ്പെടുത്തി അനാവശ്യ വാക്കുകൾ, സംസാരങ്ങൾ, അതിന് ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് സമയങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിന് പുറമെ നല്ല വാക്കുകൾ കൊണ്ടും പരിശുദ്ധ ഖുർആൻ വായന ഓതുകൊണ്ടും അതുപോലെ തന്നെ സലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും ഇസ്തിഗ്ഫാർ റഹ്മത്തിൻ്റെ ഒക്കെ തേടിക്കൊണ്ടും അതുപോലെ തന്നെ പാപമോചനം തേടിക്കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് ഈ 20 റക്അത്ത് തറാവി നമുക്ക് പുണ്യമായൊരു കർമ്മമാണ് ഈ റമദാനിലെ. അത് കഴിവതും ഒഴിവാക്കാതെ ഈ ദിവസത്തെയും സമയത്തെയും ഉപയോഗപ്പെടുത്തണമെന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് സർവശക്തനായ റബ്ബ് തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മൾ ഖബൂൽ ചെയ്യട്ടെ. പുണ്യ റമദാൻ അനുകൂലമായി സാക്ഷിക്കുന്ന കൂട്ടത്തിൽ നാം ഇവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാൻ കോപിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.